എല്ലാ പ്രേക്ഷകർക്കും പരിശുദ്ധ റമദാൻ ആശംസകൾ. വീണ്ടും ഹരിത സുന്ദരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറ്ററിനറി ഡോക്ടറായി പ്രൊഫഷണൽ ജീവിതം നയിക്കുമ്പോഴും കൃഷിയോട് കലർപ്പില്ലാത്ത സ്നേഹം പുലർത്തുന്നുണ്ട് ഡോക്ടർ ബൈജു ഷാ. ശൂന്യഭൂമിയിൽ കൃഷി ചെയ്ത് വിളവുണ്ടാക്കിയാൽ അത് നിനക്ക് തന്നെ എന്ന നബിവചനം ഹൃദയത്തിൽ ഏറ്റുന്നുണ്ട്. നമസ്കാരം പോലും ഭൂമിയുടെ പച്ചപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ചീരയും വെണ്ടയും പച്ചക്കറികളും പൂച്ചെടികളും ഒക്കെയായി മണ്ണിലും മട്ടുപ്പാവിലും കൃഷിയുണ്ട്. ആ കൃഷിക്കാഴ്ചകൾ കാണാം റമദാൻ ഹരിതം സുന്ദരം ചക്കുവള്ളി പുത്തൻകട വീട്ടിൽ നിന്നും. റമദാൻ എത്തി നിൽക്കുന്ന ഈ വേളയിൽ ഞങ്ങൾ ചക്കുവള്ളിയിലെ പുത്തൻകട വീട്ടിലേക്കാണ്. പുത്തൻകട വീട് ചെറുനഗരത്തിലെ ഒരു കുഞ്ഞു വനമാണ്. ഊഷ്മളമായ വരവേൽപ്പാണ് ഡോക്ടർ ബൈജു ഷായും സുബ ബഷീറും നൽകിയത്. സൽക്കാരങ്ങൾ സ്വീകരിച്ച് നേരെ തോട്ടത്തിലേക്ക്. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടണം എന്നാണ് നബിവചനം. അതത്രയും മണ്ണിൽ സാക്ഷാത്കരിക്കുന്നുണ്ട് ഡോക്ടർ ബൈജു ഷാ. പ്രൊഫഷൻ കൊണ്ട് വെറ്ററിനറി ഡോക്ടർ, മനസ്സിൽ പച്ചപ്പും സഹൃദയത്വവും, അതാണ് ഈ മണ്ണിലാകെ വിരിഞ്ഞു നിൽക്കുന്നത്. ശുദ്ധവും ശക്തവുമായ മനസ്സിൻ്റെ വിജയപ്രഖ്യാപനം റംസാൻ മാസത്തിൽ എന്നതുപോലെ ഈ മണ്ണിലും കാണാം. മണ്ണായി കിടക്കുന്ന ഇടത്തെല്ലാം കൃഷി തന്നെ. ഇതാ നോക്കൂ, ചായമൻസ ചീരയുണ്ട്. ചീരകളുടെ വലിയ തോട്ടത്തിനിടയിൽ ഒരു ഹരിതസുന്ദരി പോലെ ചായമൻസ നിൽപ്പുണ്ട്. ചില്ലറക്കാരിയല്ല ചായമൻസ. നിഡോസ്കോളസ് കുടുംബത്തിലാണ് ചായമൻസ പിറന്നത്. അസൽ മെക്സിക്കോക്കാരി. ചീരകളിലെ ഒരു ചെറുവൃക്ഷം തന്നെയാണ് ചായമൻസ. അതിന് നല്ല പരിപാലനം നൽകുന്നുണ്ട് ബൈജു ഷാ. ജീവിതശൈലി രോഗങ്ങൾക്ക് ഉത്തമ ഔഷധമാണ് ചായമൻസ എന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. പ്രമേഹം, വാദം, കുടൽ രോഗങ്ങൾ ഇവയ്ക്കെല്ലാം ഫലപ്രദം. വളർന്നു പൊങ്ങിയാൽ 6 മുതൽ 8 അടി വരെ ഉയരത്തിലേക്ക് ചായമൻസ പടരും. ഏതു വേനലിലും കടുത്ത ഹരിതം നിറയ്ക്കുന്നവരാണ് ചായമൻസ ചീര. ജീവകം എയുടെയും സിയുടെയും കെയുടെയും കേന്ദ്രം തന്നെ. അനേകം ധാതുലവണങ്ങളും ചായമൻസയിൽ അടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ പൊന്നാങ്കണ്ണി ചീരയുണ്ട്. ബ്രസീലുകാരെങ്കിലും അടുത്തിടെ കേരളത്തിൽ പ്രസിദ്ധമായ ചീരയാണ് പൊന്നാങ്കണ്ണി. ഒരുപക്ഷെ കേരളക്കരയിൽ നിന്ന് ലോകമാകെ വ്യാപിച്ചു എന്ന് ചരിത്രം പറയുന്ന ചീരയാണ് പൊന്നാങ്കണ്ണി. പൊന്നാങ്കണ്ണിക്കും മണ്ണിൽ സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ബൈജു ഷാ. കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി ചീര. തിമിരത്തിന് പോലും ഉത്തമ ഔഷധം എന്നാണ് അനുഭവസ്ഥർ പറയുക. ആൾട്ടർ മാന്തേറ കുടുംബത്തിലാണ് പൊന്നാങ്കണ്ണി ചീര പിറന്നത്. കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതിനകം തന്നെ അവർ ഔഷധമായി കഴിഞ്ഞു. ഒടിച്ചു കുത്തിയാൽ മുളച്ചു പൊങ്ങുന്നവരാണ് പൊന്നാങ്കണ്ണി. അധിക വളമൊന്നും വേണമെന്നില്ല. 14 പക്കം തന്നെ വിളവെടുക്കാം. മറ്റൊരിടത്ത് ഒരു ബണ്ട് തീർക്കുന്നുണ്ട് സുന്ദരിച്ചീരയായ അമരാന്തസ്. തണ്ട് ശരിക്കും വയലറ്റ് നിറം, പത്രങ്ങളാകട്ടെ തീർത്തും ഹരിതം. ജീവകങ്ങളുടെ കലവറയാണ് സുന്ദരിച്ചീര. അകലെ നിന്നും നോക്കിയാൽ ഒരു പൂച്ചെടി വിരിഞ്ഞു നിൽക്കുന്നു എന്നേ തോന്നൂ. അത്രയ്ക്കുണ്ട് സുന്ദരിച്ചീരയുടെ സൗന്ദര്യം. കാൽസ്യവും പൊട്ടാസ്യവും അയണും ജീവകങ്ങളായ എയും സിയുമൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് സുന്ദരിച്ചീരയിൽ. ഉണക്കച്ചാണകമാണ് ചീരയ്ക്ക് പ്രധാന വളം. അത് ആഴ്ചയൊരിക്കൽ വിതറും. നടുമ്പോഴും അല്പം ശ്രദ്ധ വേണം. ഡോളമൈറ്റ് ഇട്ട് മണ്ണിൻ്റെ പുളിപ്പ് മാറ്റി ഒരാഴ്ച കഴിഞ്ഞ ശേഷമേ നടൂ. അതിനു മുമ്പ് കൃത്യമായി അടിവളം ചേർക്കും. കോഴിവളവും ഉണക്കച്ചാണകവും ചാരവുമൊക്കെ ചേർന്നാൽ കൃത്യമായ വളമായി. സുന്ദരിച്ചീരയ്ക്ക് ഒപ്പം കൂടാൻ അരുൺ ചീരയെയും കൂട്ടിയിട്ടുണ്ട് ബൈജു ഷാ. തെങ്ങിൻതോപ്പിലാണ് അരുൺ ചീരയ്ക്ക് സ്ഥാനം. കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഇനമാണ് അരുൺ ചീര. 27 പക്കം തന്നെ വിളവെടുത്തു തുടങ്ങാം. മറ്റു ചീരകളെക്കാൾ കൂടുതൽ വിളവ് അരുൺ ചീരയിൽ കിട്ടും. ഇലപ്പുള്ളി രോഗമാണ് ചീരയുടെ പ്രധാന കേട്. അത് മാറ്റാനും വിദ്യകൾ പുത്തൻകട വീട്ടിലുണ്ട്. വഴുതന അല്പം ദീർഘകാല വിളയാണ്. അതുകൊണ്ട് തന്നെ വഴുതനയിൽ ഒരു കൈ നോക്കിയിട്ടുണ്ട് ബൈജു ഷാ. ബാക്ടീരിയൽ വാട്ടം തീരെ ബാധിക്കാത്ത ഹരിത ഇനത്തെയാണ് തെരഞ്ഞെടുത്തത്.
8ാം മാസം മുതൽ 2 വർഷം വരെ വിളവെടുക്കാം എന്നതാണ് ഹരിത വഴുതനയുടെ മേന്മ. നേർത്ത ഹരിതം കൊണ്ട് അവൾ ആരെയും ആകർഷിക്കും. കായഭാരം 123 ഗ്രാം വരെ വരും എന്ന് ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല ഹരിത. ഹരിതയെ കൂടാതെ പൂസ പർപ്പിളിനെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട് ബൈജു. പൂസയിലെ ഭാരതീയ കൃഷി ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് പൂസ പർപ്പിൾ വഴുതന എത്തിയത്. ഹരിതയേക്കാൾ അല്പം കൂടി തൂക്കം കൂടും പൂസ പർപ്പിളിന്. മാംസളമായ പൂസ പർപ്പിളിന് ആരാധകർ ഏറെയുണ്ട്. തൻ്റെ നാവിൽ നിന്നും കയ്യിൽ നിന്നും മറ്റുള്ളവർ രക്ഷപ്പെടുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നത് എന്നാണ് പ്രവാചക വചനം. അതുകൊണ്ട് തന്നെ കൃഷിയിൽ നിന്നുള്ള ലാഭമല്ല, കൃഷി മറ്റുള്ളവരിലേക്ക് സംക്രമിപ്പിക്കുക എന്നതാണ് ഡോക്ടറുടെ ലക്ഷ്യം. ശുദ്ധവും ശക്തവുമായ ആ മനസ്സിൻ്റെ വിജയം ഈ പറമ്പിലും തൊട്ടടുത്ത പറമ്പുകളിലും കാണാം. ലൈലത്തുൽ ഖദർ എന്ന 27ാം രാവ് കഴിഞ്ഞ് പരിശുദ്ധ റമദാൻ പിറക്കുകയാണ്. ഈ റമദാൻ ദിനത്തിൽ ചക്കുവള്ളിയിലെ പുത്തൻകട വീട്ടിലിരുന്ന് ബൈജുഷയോടൊപ്പം ഞങ്ങൾ ചേരുന്നു. നമസ്കാരം ബൈജുഷ. നമസ്കാരം. ഈ സാധാരണ ആദ്യം ചോദിക്കാൻ പോകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടർ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്രയും സമയം കണ്ടെത്തി കൃഷിയൊക്കെ ചെയ്യുന്നത്? അതവിടെ നിൽക്കട്ടെ, റമദാൻ എന്തായി? എന്നാൽ നോമ്പ് പിടിച്ചിട്ടുണ്ട്, ഇതുവരെ ഒന്നും പോയിട്ടില്ല. 30 പൂർത്തിയാക്കി പെരുന്നാളിലേക്ക് അടയ്ക്കുകയാണ്. വലിയ ആഘോഷങ്ങളാണോ? ആഘോഷം ഒന്നുമില്ല. നോമ്പ് നിർത്തുന്നു എന്നുള്ളൊരാഘോഷം. നോമ്പെന്നാൽ പട്ടിണിയല്ല, അല്ലേ? ആത്മസംസ്കരണമല്ലേ? അപ്പോൾ ഈ എങ്ങനെയാണ് ബൈജുഷയ്ക്ക് ഇതിനൊക്കെ സമയം കിട്ടുക? സമയം നമ്മൾ കണ്ടെത്തുന്നു. എല്ലാവർക്കും ഉള്ള സമയമല്ലേ എനിക്കുള്ളൂ. അപ്പോൾ ആർക്കായാലും സമയമെല്ലാം ഒരുപോലെ ഉള്ളൂ. അല്ലാതെ ഒരു തോട്ടത്തിൽ ഒരു ദിവസം എത്ര നേരം ചിലവാക്കും? തോട്ടത്തിൽ രാവിലെ മിക്കവാറും ഒരു 2 മണിക്കൂർ, വൈകിട്ട് 2 മണിക്കൂർ, പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ചിലവഴിക്കും. എങ്ങനെയാണ് ഇതൊരു ഹോബിയിലേക്ക് വന്നത്? ഹോബിയിലെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിനകത്തെല്ലാം എന്തെല്ലാം വിഷങ്ങളാണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പൊഴിച്ച് വേവിച്ച് തിന്നാലും യാതൊരു വിഷവും ഇല്ലെന്നൊരു തോന്നൽ വന്നതിൻ്റെ പേരിലാണ് ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയത്. മാത്രമല്ല എൻ്റെ മക്കൾ 2 പേരും, വൈഫും, അതുപോലെ അപ്പുറത്തെ ബ്രദറിൻ്റെ മോളും എല്ലാം എനിക്ക് പിന്തുണയായിട്ട് വന്നു. അപ്പോൾ എനിക്കൊരു ദിവസം പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവർ നോക്കിക്കോളും എല്ലാം. അപ്പോൾ ഇതിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ കോളിഫ്ലവർ ആയാലും ചീര ആയാലും പച്ചമുളകായാലും പീച്ചിങ്ങ ആയാലും ഒക്കെ നല്ല രീതിയിൽ കായ്ച്ചു കിടപ്പുണ്ട്. നല്ല വിത്തുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? വിത്തുകൾ കഴിയുന്നതും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പ്രാക്ടീസിന് വെളിയിൽ പോകുമ്പം നല്ല നല്ല കർഷകരുടെ വീടുകളിൽ പോകും. അപ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ ചെയ്ത് നിൽക്കുന്നതും പിടിച്ച് നിൽക്കുന്നതും കാണുകയും അവരോട് ഇതെങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കുമ്പം തന്നെ അവർ വിത്ത് ഇങ്ങോട്ട് ഓഫർ ചെയ്യും. സാറിന് വെച്ചുകൂടാ ഇതൊക്കെ. അതെ. അപ്പോൾ ഇത് വിളവ് യഥാർത്ഥത്തിൽ കണ്ടിട്ടാണ് ഈ വിത്ത് വാങ്ങിയത്? ആണ്. ഈ കൃഷി രീതികളൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? കൃഷി രീതികൾ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ ഈ കർഷകരുടെ വീട്ടിൽ, ഇപ്പോൾ അവൻ്റെ വീട്ടിൽ എന്തായാലും ഒരു പശു കാണും. ആ പശുവിൻ്റെ ചാണകം ഉപയോഗിച്ച് പുള്ളി കൃഷി ചെയ്യും. അപ്പോൾ ഞാൻ ഒരു വീട്ടിലൊരു പശുവിനെ ചികിത്സിക്കാൻ പോവുകയാണെങ്കിൽ അയാളുടെ കൃഷിയിടമൊക്കെ പോയി കാണും. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് എന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ വളമാണ് ചെയ്യുന്നത്, എന്തൊക്കെ കീടനാശിനി ഉപയോഗിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ നല്ല വശങ്ങൾ നമ്മൾ പകർത്തും. അപ്പോൾ ഈ നല്ല വശങ്ങൾ ഇപ്പോൾ നമ്മൾ ഖുർആൻ തന്നെ പറയുന്നത് പോലെ നമ്മുടെ ഒരു സഹോദരനോട് പകർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും വരുന്നവർക്കിപ്പം ഞാൻ ഇത്രയും പൈസ ചിലവാക്കി ഇത്രയും പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലും 5 പൈസയ്ക്ക് പോലും ഇതുവരെ കച്ചവടം വിറ്റിട്ടില്ല. നമുക്ക് വരുന്ന ബന്ധുക്കൾക്കായാലും സുഹൃത്തുക്കൾക്കായാലും ഒക്കെ നമ്മൾ അത് ദാനം ചെയ്യും. പോരാത്തത് നമുക്ക് വഴിഞ്ഞ് അധികം വരുന്നത് ദാനം ചെയ്യാമെന്നല്ല, നമ്മൾ മനസ്സോടെ കൊടുക്കും. അല്ല, മ്ലേച്ഛമായ ലാഭത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഒന്നും വിറ്റിട്ടില്ല, ഇനി വിൽക്കാനും ഉദ്ദേശിക്കുന്നു. മണ്ണിലൊക്കെയും കൃഷിയായപ്പോൾ ബൈജുഷായും ഭാര്യ സുബാ ബഷീറും മട്ടുപ്പാവിലേക്ക് കയറി. മട്ടുപ്പാവിൽ അത്രയും മുളകും കോളിഫ്ലവറും ക്യാബേജുമൊക്കെ തന്നെ. ബ്രസിക്ക ഒളറേസിയ എന്നതാണ് ക്യാബേജിൻ്റെ ശാസ്ത്രനാമം. ജീവകങ്ങളാലും ധാതുലവണങ്ങളാലും അനുഗ്രഹീതരാണ് ക്യാബേജ്. 50 പക്കം തന്നെ ക്യാബേജിൽ നിന്ന് വിളവെടുക്കാം. ഇലപത്രങ്ങൾക്കുള്ളിൽ മുകുളങ്ങൾ അങ്ങനെ വിരിഞ്ഞു വരും. നന്നായി നനച്ച് വളം ചെയ്താൽ ക്യാബേജ് വിളഞ്ഞു പെരുകും. ക്യാബേജിനോടൊപ്പം തന്നെ വരുന്ന ഇനമാണ് കോളിഫ്ലവർ. മട്ടുപ്പാവിലാകെയും കോളിഫ്ലവർ വിപ്ലവമാണ്. കോളിഫ്ലവറിലും ഏറ്റവും പുതിയ ഇനത്തെ തന്നെയാണ് ബൈജുഷ എത്തിച്ചത്. ഉജ്ജ്വല മുളകിനും തട്ടുകളിൽ സ്ഥാനമുണ്ട്. കാർഷിക സർവകലാശാല വികസിപ്പിച്ച മുളകിനുമാണ് ഉജ്ജ്വല. 40 പക്കം തന്നെ പൂവിട്ട് 45 പക്കം മുതൽ തന്നെ വിളവ് കിട്ടിത്തുടങ്ങും.
നന്നായി പരിപാലിച്ചാൽ 1 വർഷം വരെ മുളക് പറിക്കാം. വെയിലും വെള്ളവുമാണ് പച്ചക്കറികൾക്ക് വേണ്ടത്. അതൊക്കെ യഥേഷ്ടം മട്ടുപ്പാവിൽ കിട്ടുന്നുണ്ട്. ഒരാഴ്ച കൂടുമ്പോഴെങ്കിലും വളം ചെയ്യണം. സ്ലറി നേർപ്പിച്ചതാണ് വളം. നന്നായി വെയിലടിക്കുന്നതുകൊണ്ട് കീടങ്ങൾ തീരെ കുറവാണ് എന്ന മേന്മ മട്ടുപ്പാവ് കൃഷിക്കുണ്ട്. സുബയും ബൈജുഷായും നിത്യപരിപാലനത്തിനായി മട്ടുപ്പാവിൽ എത്താറുണ്ട് താനും. അപൂർവമായി എത്തുന്ന രോഗങ്ങൾക്ക് ജൈവ കീടനാശിനികളാണ് ഉത്തമം. രാസകീടനാശിനികൾ തീരെ പ്രയോഗിക്കാറില്ല. ജൈവ കീടനാശിനികൾ ഉണ്ടാക്കുവാൻ സുബയും ലിയയും മക്കളുമൊക്കെ കൂടെയുണ്ട്. വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് പ്രധാനം. കീടങ്ങളെ അകറ്റി നിർത്തുവാൻ വേപ്പിനൊപ്പം വെളുത്തുള്ളിക്കും നല്ല ശക്തിയുണ്ട്. ഇതാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതത്തിന്റെ പ്രയോഗം. വേപ്പെണ്ണ എമൽഷൻ ഉണ്ടാക്കിയെടുത്തു വയ്ക്കും ആദ്യം. ബാർ സോപ്പ്, 1/2 ലിറ്റർ വെള്ളം എന്നിവ ചേർത്ത മിശ്രിതം വേറെയും. 60 ഗ്രാം സോപ്പ് 1/2 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചതാണ് ബാർ സോപ്പ് മിശ്രിതം. ഇതിലേക്ക് വേപ്പെണ്ണയും വെളുത്തുള്ളി അരച്ചതും കൂടി ചേരുന്നതോടെ 1-ാം തരം വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമായി മാറും. 40 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് പടവലത്തിനും വഴുതനയ്ക്കുമൊക്കെ നനയ്ക്കാം. 30 ഇരട്ടി വെള്ളം വരെ പയറിനും വെണ്ടയ്ക്കും വേണം. മഞ്ഞൾപ്പൊടി, സോഡാപ്പൊടി, പാൽക്കായ മിശ്രിതം 1-ാം തരം ജൈവ ഔഷധമാണ്. 30 ഗ്രാം മഞ്ഞൾപ്പൊടിയും 10 ഗ്രാം സോഡാക്കാരവും ഓരോ ലിറ്റർ വെള്ളത്തിൽ കലർത്തിയെടുക്കുകയാണ് ആദ്യപടി. ഇവ നന്നായി ഇളക്കിയ ലായനിയിൽ 10 ഗ്രാം പാൽക്കായം കൂടി ചേർക്കാം. ഇത് 3 ഇരട്ടി വെള്ളത്തിൽ നേർപ്പിച്ച് ഇലപ്പുള്ളി രോഗത്തിന് തളിക്കാം. കീടത്തിന് വേണ്ടിയുള്ള ജൈവ ഔഷധമാണ് മറ്റൊന്ന്. വെള്ളീച്ചയ്ക്കും മുഞ്ഞയ്ക്കും ഇലപ്പേനും ഇലയുരട്ടി പുഴുവിനുമൊക്കെ ബിവേറിയ ഫലപ്രദമാണ്. ബിവേറിയ ഒരു കുമിളാണ്. 10 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ആ ലായനിയുടെ തെളി ഊറ്റിയെടുക്കാം. അല്ലെങ്കിൽ അതിൽ കുറച്ച് ശർക്കര കൂടി ചേർത്താൽ ഇലകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് തളിച്ചു കൊടുക്കാം. വെർട്ടിസീലിയമാണ് മറ്റൊന്ന്. മുഞ്ഞയ്ക്കും ഇലപ്പേനും ചാഴിക്കുമൊക്കെ ഫലപ്രദമാണ് വെർട്ടിസീലിയം. പ്രത്യേകിച്ചും തക്കാളിക്കും മുളകിനും വഴുതനയ്ക്കുമൊക്കെ ഏറെ ഫലപ്രദം. 10 ഗ്രാം വെർട്ടിസീലിയം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയാണ് തളിക്കുക. അതും തയ്യാർ ചെയ്യാൻ പുത്തങ്കട വീട്ടിൽ പ്രത്യേക സംഘമുണ്ട്. ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാണ് അല്ലാഹുവിനരികിൽ ഏറ്റവും ആദരണീയർ. അതുകൊണ്ട് തന്നെ വീട്ടിലെ മരങ്ങൾക്ക് നടുവിൽ ഒരു മൺപാത്രമുണ്ട്. അതിൽ കിളികൾക്ക് വന്ന് യഥേഷ്ടം ജലം കുടിക്കാം. തക്കാളിക്കും വെണ്ടയ്ക്കുമൊക്കെ അങ്ങിങ്ങ് സ്ഥാനമുണ്ട്. അർക്കരക്ഷകാണ് തക്കാളിയെങ്കിൽ വെണ്ട സൽകീർത്തി തന്നെ. കായായാൽ തന്നെ വെണ്ടയിൽ നിന്ന് അത് പറിച്ചെടുക്കണം. 48 മണിക്കൂർ കഴിഞ്ഞാൽ വെണ്ട മുറ്റിപ്പോകും. ചീരച്ചേമ്പും പൊതിനയുമൊക്കെ അലങ്കാരമാണ്. പൊതിന 1-ാം തരം ഔഷധവും. പൊതിനയും ചീരച്ചെമ്പുമൊക്കെ ഗ്രോ ബാഗുകളിൽ വളരുന്നുണ്ട്. അതൊക്കെ വീട്ടാവശ്യത്തിന് പറിച്ചെടുക്കാം. കറ്റാർവാഴ രംഗത്തുണ്ട്. സുന്ദരിമാരുടെ പ്രിയതോഴിയാണ് കറ്റാർവാഴ. നീലയമരി എന്ന ഔഷധവും കൃഷി ചെയ്യുന്നുണ്ട്. കറ്റാർവാഴ മുടിക്കാണ് അലങ്കാരമെങ്കിൽ നീലയമരി അതിന് ഡൈയായി ചേരും. മിറക്കിൾ ഫ്രൂട്ടാണ് മറ്റൊരു താരം. സിൻസെപ്പാലം ഡൽസിത്തിക്കം എന്നാണ് മിറക്കിൾ ഫ്രൂട്ടിന്റെ ശാസ്ത്രനാമം. ആഫ്രിക്കക്കാരാണ് മിറക്കിൾ ഫ്രൂട്ട് എന്ന മാജിക് പഴം. ഗ്ലൈക്കോപ്രോട്ടീനായ മിറക്കുലിനാണ് ഇവിടെ താരം. മിറക്കുലിൻ നമ്മുടെ നാവുമുകളങ്ങളിൽ എത്തുമ്പോൾ അത് ഏത് പുളിയെയും മധുരമാക്കി മാറ്റും. അങ്ങനെയാണത്രേ മാജിക് പഴം എന്ന പേര് വന്നത്. ഗോൾഡൻ ബാംബു ചൈനക്കാരാണ്. ഫൈലോസ്റ്റാച്ചിസ് കുടുംബത്തിലാണ് ഗോൾഡൻ ബാംബു പിറന്നത്. അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഗോൾഡൻ ബാംബു വീട്ടുമുറ്റത്തും ഒരലങ്കാരം തന്നെ. ഇത്രയും കൃഷികളൊക്കെ ചെയ്തെങ്കിലും ബൈജുഷയ്ക്ക് മനസ്സുകൊണ്ട് സംതൃപ്തി നൽകുന്നൊരു കൃഷിയാണ്. ഇതിനകത്ത് ഈ പീച്ചിലെന്ന് പറഞ്ഞ സാധനം, അതായത് റിഡ്ജ് ഗാർഡൻ, അത് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുള്ളൂ. അപ്പോൾ അത് തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാൻ കണ്ടു. ഇതിനകത്ത് ഇവർ ഈ കപ്പിനകത്ത് വിഷം കൊണ്ടുവന്ന് ഇത് പിടിച്ചു വരുമ്പോഴേ ഇങ്ങനെ പീച്ചിങ്ങി മുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്നതെല്ലാം വിഷമയമാണല്ലോ, ഇതൊന്ന് പിടിപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വിത്ത് സംഘടിപ്പിച്ച് യാതൊരു കീടനാശിനി ഉപയോഗിക്കാതെ തന്നെ എനിക്ക് നല്ല വിളവ് കിട്ടി. അതെനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി. ഞാനത് പാചകം ചെയ്ത് കഴിച്ചു. അപ്പോൾ വേറെ അതെങ്ങനെയൊക്കെ പാചകം ചെയ്യാമെന്ന് പലരും എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു തന്നു. അതൊരു വലിയ സന്തോഷം ഉണ്ടാക്കി എനിക്ക്. ബാക്കിയെല്ലാം ഉള്ള സാധനങ്ങളാണത്. ഈ മണ്ണിൽ നിന്ന് മട്ടുപ്പാവിലേക്ക് കയറിയത് എങ്ങനെ? മട്ടുപ്പാവിലാണ് ആദ്യം. കാരണം മണ്ണിലാദ്യം എനിക്ക് ശരിക്കും വീട് മൊത്തം വനം പോലായിരുന്നു. വൃക്ഷങ്ങൾ കൊണ്ടിട്ട് ഇതിന് സൂര്യപ്രകാശം കിട്ടാത്തൊരവസ്ഥയിൽ ആദ്യം ഞാൻ മട്ടുപ്പാവിലത് തുടങ്ങി ആ കൃഷി താഴോട്ട് വ്യാപിച്ചപ്പോൾ അവിടുത്തെ മരങ്ങളൊക്കെ മാറ്റിയിട്ട് അവിടെ കൃഷി. മണ്ണിൽ ചെയ്യുമ്പോഴാണോ മട്ടുപ്പാവിൽ ചെയ്യുമ്പോഴാണോ കൂടുതൽ വിളവ് കിട്ടും? മണ്ണിൽ ചെയ്യും. മണ്ണിൽ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്തൊക്കെ? നമുക്ക് എപ്പോഴും കയറി നോക്കാനും ഒക്കെ മട്ടുപ്പാവിലാകുമ്പം കയറി നോക്കാനൊക്കെ പാടുണ്ടാവും.
മണ്ണിലാകുമ്പോൾ നമുക്ക് മണ്ണുമായിട്ടൊരു ആത്മബന്ധം ഉണ്ടാകും. അതിൻ്റെ പ്രധാന കാരണം. ഇപ്പോൾ ഇത്രയും ചെയ്തു, ഇപ്പോൾ ചെയ്യുമ്പോഴും പൈസയുടെ കയ്യിൽ വഴങ്ങില്ലെന്ന് തോന്നുന്നൊരു കൃഷി ചെയ്തു. ഇത് ഇപ്പം ഈ ചെയ്തതിലൊന്നും എനിക്ക് വഴങ്ങില്ലെന്നൊന്നും തോന്നിയിട്ടില്ല. വഴങ്ങില്ലെന്ന് തോന്നുവാണെങ്കിൽ അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പോരായ്മ എന്താ കണ്ടുപിടിക്കുക. ഇപ്പോൾ കീടങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന് നമുക്ക് പ്രതിവിധികളുണ്ട്. ജൈവ പ്രതിവിധി. ഈ മറ്റ് സമാന പ്രൊഫഷണൽ രംഗത്തുള്ള സമാനമായി നിൽക്കുന്ന മറ്റ് ഡോക്ടർമാർക്കൊക്കെ അറിയാമോ ബൈജുഷ ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ടോ? അവർക്കൊക്കെ കൊടുക്കാറുണ്ട്. അവരൊക്കെ വരാറുണ്ട്. പിന്നെ നമ്മുടെ ബിജി ഡോക്ടറൊക്കെ വന്ന് എന്നും പച്ചക്കറി കൊണ്ടുപോകും. അല്ല, ഇത് അങ്ങനെ വരുമ്പോൾ അവരൊക്കെ എന്താ ബൈജുഷയോട് പറയുന്നത്? ഇത് കൊള്ളാം, നല്ലതാണ്, അവർക്കും അതിന് താല്പര്യമുണ്ട്. അത് സമയം കിട്ടാത്തതുകൊണ്ടാണെന്ന് പറയുന്നത്. ചെയ്യണമെന്നുണ്ടെന്നാണ് ആഗ്രഹം. മനുഷ്യജീവിതത്തിൻ്റെ നാനാർത്ഥങ്ങൾ പ്രതിഫലിക്കുന്ന വിശുദ്ധ സ്ഫടികമാസമാണ് റമദാൻ. വിശപ്പ്, കരുണ, നന്മ തുടങ്ങിയ ജീവിതാർത്ഥങ്ങളെ ഏറ്റവും മനോഹരമായി റമദാൻ അടയാളപ്പെടുത്തുന്നു. പുത്തങ്കട വീട്ടിൽ ചെല്ലുന്ന ആർക്കും അതൊക്കെയും അനുഭവിക്കാം. കരുണ ചെയ്യുന്നവർക്ക് ആകാശവാസികൾ കാരുണ്യം ചൊരിയുമെന്നാണ് നബിവചനം. ഒന്നും മ്ലേച്ഛമായ ലാഭത്തിന് വേണ്ടിയല്ല. സമ്പത്ത് നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാം. സമയം കളയാനില്ല. പ്രൊഫഷണൽ ജീവിതമായാലും കാർഷിക ജീവിതമായാലും എല്ലാത്തിനും ഒരു സമയം കൊടുക്കണം. കടം കൊടുക്കാനോ വാങ്ങാനോ ദാനം ചെയ്യാനോ സൂക്ഷിച്ചു വെക്കാനോ നിക്ഷേപിക്കാനോ കഴിയാത്തതാണ് സമയം. ആ സമയത്തിനാണ് പുത്തങ്കട വീട്ടിൽ വില. രാവിലെ തുടങ്ങുന്ന കൃഷി സപര്യ ഏതാണ്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ നിർത്തിവെക്കേണ്ടി വരും. പിന്നീട് പ്രൊഫഷണൽ ജീവിതമാണ്. കുടുംബാംഗങ്ങൾ ഒന്നാകെ ഈ സപര്യയിൽ ബൈജുഷയോടൊപ്പമുണ്ട്. ബൈജുഷ ഹരിതം സുന്ദരത്തോട് മനസ്സ് തുറന്നു. ഇതിങ്ങനെ അഥവാ ചെയ്യാൻ ഒരു പ്രൊഫഷണലായിട്ടുള്ള ഒരാൾ, ഇപ്പോൾ നമ്മുടെ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, പ്രൊഫഷണലായിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യണമെന്ന് തോന്നി, അയാൾക്ക് ആദ്യം ഉണ്ടാകാൻ പോകുന്നൊരു ബുദ്ധിമുട്ട് എന്തായിരിക്കും? ആദ്യം അദ്ദേഹത്തിന് ഇതിനോടൊരു താല്പര്യം, ഒരു മനസ്സും ഉണ്ടാകണം. അതും പിന്നെ എന്തായാലും മണ്ണില്ലെന്നുണ്ടെങ്കിൽ മട്ടുപ്പാവി ചെയ്യാം. മനസ്സ് വെച്ചാൽ ചെയ്യാവുന്ന കാര്യം. അപ്പോൾ ഈ ഒരു കൃഷി ചെയ്ത് അത് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കണമെങ്കിൽ നമ്മുടെ ഇതിനോടൊരു താല്പര്യം മാത്രം മതി. താല്പര്യവും വേണം, വീട്ടുകാരുടെ പിന്തുണ വേണം. ഭാര്യയുടെ ആയാലും മക്കളുടേതായ അവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല, ചെയ്യാം. ഭാര്യ എന്തൊക്കെയാണ്, സുബ ബഷീർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? സുബ ഇത് രാവിലെയും വൈകിട്ടും നനയ്ക്കും. ഇപ്പോൾ എനിക്ക് പ്രാക്ടീസിനൊക്കെ പോയിട്ട് ചിലപ്പോൾ സമയത്തിന് എത്താൻ പറ്റില്ല എന്ന് വരികയാണെങ്കിൽ അതിനുള്ള നനയ്ക്കുന്നുള്ള ഏർപ്പാടുകൾ ചെയ്യും. പിന്നെ കളയൊക്കെ പറിക്കണമെങ്കിൽ പറിക്കും. പിന്നെ ഈ കീടങ്ങൾ ഈച്ച കുത്താതെ പൊതിഞ്ഞിടാനൊക്കെയുള്ള പരിപാടികളുണ്ട്. അങ്ങനെയുള്ള എന്തായാലും എന്നും പോയി ഇതിൻ്റെ അടുത്ത് രാവിലെയും വൈകിട്ടും താല്പര്യമുണ്ട്. മക്കളും അവധിക്ക് വരുമ്പോൾ ഇതുമായിട്ട് സഹകരിച്ച് നിൽക്കും. ഓരോ വർഷവും ലോകത്തെ തലോടുന്ന മന്ദമാരുതനായി റമദാൻ എത്തുന്നു. ഇത്തവണ ഇതൊക്കെ കാഴ്ചവെക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞത് മഹാഭാഗ്യം. നരകമോചനത്തിൻ്റെയും സ്വർഗപ്രവേശനത്തിൻ്റെയും കാലം കൂടിയാണ് റമദാൻ. വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തപ്പെടേണ്ടതുണ്ട് എന്ന ഓർമ്മിപ്പിക്കൽ. നിഷിദ്ധമായ കച്ചവടം ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യാൻ പ്രവാചകവചനം ഉപദേശിക്കുന്നുണ്ട്. അതൊക്കെയും പ്രാവർത്തികമാക്കുന്ന ഇടത്തു നിന്നും ഈ ദൃശ്യങ്ങൾ ഉപഗ്രഹങ്ങളിലേക്ക് പോകുന്നു. കൃഷി ഇങ്ങനെ ഒരു സബരിയായി ഇങ്ങനെ തുടരുമ്പോഴും ഇനി എന്ത് കൃഷി ചെയ്യണമെന്നാണ് ബൈജുഷയുടെ മനസ്സിലിപ്പോൾ ഇത് കൂടാതെ എനിക്ക് വാഴയുണ്ട്. 250 വാഴ നട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പുറത്താന്നേ ഉള്ളൂ. അങ്ങനെ വാഴ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പം വ്യാവസായിക അടിസ്ഥാനത്തിലല്ലല്ലോ ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിന് എന്തൊക്കെ വേണോ അതെല്ലാം ഇനി അങ്ങോട്ട് വെളിച്ചെണ്ണയായാലും ഉണക്കമീനായാലും അങ്ങനെയുള്ള എല്ലാം നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അരിയായാൽ പോലും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിച്ച് വീട്ടിലുണ്ടാക്കി കഴിക്കണമെന്നാണ് എൻ്റെ ഇനിയുള്ള ആഗ്രഹം. പ്രൊഫഷണൽ ജീവിതം അതാണ് അടയാളപ്പെടുത്തുന്നത്. യെസ്, 4 പേരുള്ള അനുഭവത്തിൽ പഠിച്ചൊരു പാഠം അത് തന്നെ. ഇപ്പോൾ ഈ റമദാൻ മാസത്തിൽ ഒരു പ്രൊഫഷണലിൻ്റെ ലൈഫാണ് ഞങ്ങളിവിടെ കാണിച്ചത്, കൃഷി ജീവിതമാണ് കാണിച്ചത്. എന്തെങ്കിലും ഒരു സന്ദേശം പറയാനുണ്ടോ? സന്തോഷം, വിഷരഹിതമായിട്ടുള്ള ആഹാരം കഴിച്ച് സമാധാനമായിട്ട് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോകണം എന്നുള്ള ഒരൊറ്റ സന്ദേശം മാത്രമാണ് എല്ലാവർക്കും പറയാനുള്ളത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഭൂമിയിൽ ഒരു ചെടി നട്ടാൽ അത് സമാധാനത്തിനുള്ള വിത്ത് പാകലാണ് എന്ന് ബൈജുഷ വിശ്വസിക്കുന്നു. സമർപ്പണത്തിൻ്റെ സർവകാല സൗന്ദര്യം സ്വന്തം ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നു. നേരാം ഭാവുകങ്ങൾ.